നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ആയിരുന്നു ജർമ്മനിയുടെ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മനിയുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഡെൽജൻ ഡേവിസ്. ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ജർമ്മനിയിലെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ഒരു ചാൻസലറിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് അല്ല. അതിന് പകരം ജർമ്മനിയിലെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 2 വോട്ടാണുള്ളത്. അതിൽ ആദ്യത്തെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു സ്ഥാനാർത്ഥിക്കാണോ നിങ്ങൾക്ക് വിഷിംഗ് ആയിട്ടുള്ള ആ ഒരു സ്ഥാനാർത്ഥിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ജർമ്മനിയിലെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വോട്ടാണ് ഒരു വോട്ടറിനുള്ളത്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് ഏതൊരു പേഴ്സണാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, ഏതൊരു പാർട്ടിയിലെ ഏതൊരു പേഴ്സണാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇനി നിങ്ങളുടെ സെക്കൻഡറി വോട്ട് അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് വോട്ട് എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ CSU ആണോ, CDU ആണോ, ഗ്രീൻസ് ആണോ, അതിൽ ഏത് പാർട്ടിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് വോട്ടായിരിക്കും. സോ ഇങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഒരു വോട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ഷൻ കൊണ്ട് ആർക്കൊക്കെയാണ് ഏറ്റവും വലിയ ഗുണങ്ങളുണ്ടായത്, ആർക്കൊക്കെയാണ് ഏറ്റവും വലിയ ലോസ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ SPD എന്ന് പറഞ്ഞ പാർട്ടി, കഴിഞ്ഞ റൂളിംഗ് പാർട്ടി ആയിരുന്ന ഓളഫ് ഷ്ലോസിൻ്റെ ചാൻസലർ ആയിരുന്ന പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്ക് വളരെ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അവർ ഏകദേശം 28% ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതാണ്. പക്ഷേ ഈ പ്രാവശ്യം അവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 16.4% മാത്രമാണ് അവർക്ക് വോട്ട് കിട്ടിയത്. വളരെയധികം SPD ചരിത്രത്തിൽ തന്നെ വളരെയധികം ദയനീയമായിട്ടുള്ള ഡിഫീറ്റാണെന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വിന്നിങ് പാർട്ടി ആയിട്ടുള്ളത് CSU എന്ന് പറഞ്ഞാൽ ഫ്രീഡിഷ് മേഴ്സ് ലീഡ് ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ ഫ്രീഡിഷ് മേഴ്സ് ആണ് മോസ്റ്റ് ലൈക്ലി ജർമ്മനിയുടെ ചാൻസലറായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. കാരണം ഈ ഒരു പാർട്ടിക്കാണ് 28% ഭൂരിപക്ഷം ഉള്ളത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ആലിസ് വൈഡലിൻ്റെ AFD എന്ന് പറഞ്ഞ പാർട്ടിയാണ്. AFD എന്ന് പറഞ്ഞ പാർട്ടി നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു ഫാർ റൈറ്റ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഈ ഒരു എക്സ്ട്രീമിസ്റ്റ് പാർട്ടിക്ക് ജർമ്മനിയുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന് ഏകദേശം 40% വോട്ട്സാണ് കിട്ടിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മുടെ കണക്കുകൾ പ്രകാരം ഏകദേശം നമ്മുടെ പാർലമെന്റിലെ 20% സീറ്റ്സും AFDക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി അതിന് താഴെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SPD ഉണ്ട് 16.4%. അതുപോലെ തന്നെ ഗ്രീൻസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട് 11.6%. ഇനി അതിന് താഴെ 4ാമത്തെ പൊസിഷനിൽ വരുന്നതാണ് ദി ലിങ്ക്, അല്ലാന്നുണ്ടെങ്കിൽ ദ ലെഫ്റ്റ് പാർട്ടി. അത് ഏകദേശം 8.8% അവരുടെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം കയറിയ FDP എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഏകദേശം 4.3% സീറ്റ്സ് മാത്രമാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ BSW എന്ന് പറഞ്ഞ പാർട്ടി വേഗൻ ആക്ടിന്റെ നേതൃത്വത്തിൽ വഹിക്കുന്ന ഈ ഒരു പാർട്ടി 4.97% വോട്ട്സ് കരസ്ഥമാക്കിയിട്ടു. ഏകദേശം 0.03%-ത്തിനാണ് ഈ പറഞ്ഞ ബുണ്ടസ്ടാഗിന്റെ ത്രഷോൾഡ് മീറ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഈ ത്രഷോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലെ പാർലമെന്റിലോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 5% വോട്ട്സ് എങ്കിലും ഒരു പാർട്ടി കരസ്ഥമാക്കിയാൽ മാത്രമാണ് ബുണ്ടസ്ടാഗിൽ നമുക്കൊരു പ്ലേസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ശതമാനത്തിൽ ജസ്റ്റ് 0.3%-ലാണ് കേട്ടോ ഈ ഒരു പാർട്ടി തോറ്റുപോയത്. സോ നമ്മുടെ റിസൾട്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ടോപ്പായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ CSU ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നത് AFD എന്ന് പറഞ്ഞ പാർട്ടിയാണ്. തേർഡ് വരുന്നത് SPD എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള 2 പാർട്ടീസ് FDPയും BSW എന്ന് പറഞ്ഞ പാർട്ടിയും ത്രഷോൾഡ് മീറ്റ് ചെയ്യാത്ത കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു 2 പാർട്ടി കോഗുലേഷൻ ആയിരിക്കും മിക്കവാറും ഉണ്ടാവാൻ പോകുന്നത്. ഫ്രീഡിഷ് മേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി AFD ആയിട്ട് കൂട്ടുകൂടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ SPD അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻസ് ആയിട്ട് കൂടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ 2 പ്രോബബിലിറ്റീസ് ആണ് കറൻ്റ്ലി നിൽക്കുന്നത്. ഇനി ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ AFD ആയിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് ഒട്ടും തന്നെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് നിമിഷം തന്നെ കാലുവാരി ആലാണ്. കാരണം ഈ ഒരു ഇലക്ഷൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ തന്നെ കാലുവാരി AFD ആയിട്ട് ആൾ കൂട്ടുകൂടിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ പോലത്തെ പ്രോബബിലിറ്റി നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല കേട്ടോ. സോ ഇനി നമുക്ക് നോക്കി നോക്കാം ഏതൊരു പാർട്ടിക്കാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗെയിൻ ഉണ്ടായെന്നുള്ളത്.
ഇതിന്റെ ബിഗ്ഗസ്റ്റ് ഗെയിൻ ഉണ്ടായ പാർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AFD ആണ്. കഴിഞ്ഞ ഇലക്ഷനിൽ നിന്നും ഏകദേശം ഇരട്ടി ശതമാനം സീറ്റ്സ് ആണ് AFDക്ക് കരസ്ഥമാക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ AFD ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് ഗെയിനർ, അല്ലാന്നുണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് ഈ ഒരു ഇലക്ഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായ ഒരു പാർട്ടി എന്ന് പറയുന്നത് AFD എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. ഇനി ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ SPD എന്ന് പറഞ്ഞ പാർട്ടിക്കാണ് കേട്ടോ. ജർമ്മൻ വാറിന് ശേഷം ഉണ്ടായ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ SPDയുടെ വോട്ട്സ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ FDPക്കും ഈ പറഞ്ഞ പോലെ തന്നെ ബുണ്ടസ്ടാഗിൽ എൻ്റർ ചെയ്യാൻ പോലും പറ്റിയില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% വോട്ട്സ് പോലും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഇനി നമുക്ക് ജർമ്മനിയിലെ ബുണ്ടസ്ടാഗിൽ എത്ര സീറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഏകദേശം 630 സീറ്റ്സ് ആണ് ഈ പറഞ്ഞ ജർമ്മൻ പാർലമെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ബുണ്ടസ്ടാഗിലുള്ളത്. അതിൽ CSU അല്ലെങ്കിൽ CDU എന്ന് പറഞ്ഞ പാർട്ടി കരസ്ഥമാക്കിയിട്ടുള്ളത് ഏകദേശം 208 സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ AFD എന്ന് പറഞ്ഞ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 152 സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് SPD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 സീറ്റ്സും, ഗ്രീൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 85 സീറ്റ്സും, ലെഫ്റ്റ് പാർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 64 സീറ്റ്സാണ് അവർക്ക് കിട്ടിയേക്കണം കേട്ടോ. അപ്പം ഈ ജർമ്മനിത്തെ ബുണ്ടസ്ടാഗിൻ്റെ കോലേഷൻ പ്രോബബിലിറ്റി എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ പാർട്ടീസും നമുക്ക് എടുക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ CSU നമുക്ക് എടുക്കാം. ഏകദേശം 208 സീറ്റ്സാണ് അവർക്കുള്ളത്. ഇനി അവരുടെ കൂടെ ഏതൊരു പാർട്ടി വന്നാലാണ് അവരുടെ ഭൂരിപക്ഷം അവർക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ AFD വാക്കാലെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണ് കയറാം. അപ്പോൾ SPD ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 316 സീറ്റ്സിൻ്റെ സ്ഥലത്ത് ഏകദേശം 328ഓളം സീറ്റ്സായി. ഇനി അതിന് പകരം നമ്മൾ SPDക്ക് പകരം AFD എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിലും 316 പകരം 360ഓളം സീറ്റ്സായി. അപ്പോൾ ഇതിൽ ഏതൊരു പാർട്ടിയായിട്ടാണ് ഫ്രീഡ്രിഷ് മേർട്സ് കോalition നടത്താൻ പോകണമെന്നുള്ള കാര്യം കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റിയിൽ AFD ഉണ്ട്, അതുപോലെ തന്നെ SPD ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻസ് ആയിട്ട് CSUവിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്നുണ്ടെങ്കിൽ മിനിമം ത്രഷോൾഡ് എത്തില്ല. അതാണൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇനി ഗ്രീൻസിൻ്റെ കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയും കൂടി എടുക്കണം. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റായിട്ട് ചേരണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ SPD ആയിട്ട് ചേരണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഇലക്ഷൻസിന് ശേഷം നിൽക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഏജ് കാറ്റഗറിയിൽ ഇലക്ഷൻ്റെ റിസൾട്ട്സ് കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും പറയുകയാണെങ്കിൽ യങ് പീപ്പിൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് അവർ ലീൻ ചെയ്തേക്കണത്. അങ്ങനെ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AFDയിലോട്ട് കൂടുതൽ ടെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാർ റൈറ്റ് പാർട്ടിയിലോട്ട് കൂടുതലായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കൺസർവേറ്റീവ് പാർട്ടീസിന് കിട്ടിയ വോട്ട്സിനേലും കൂടുതൽ വോട്ട്സാണ് യൂത്തിൻ്റെ സൈഡിൽ നിന്ന് AFDക്ക് ലഭിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഗ്രീൻസിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂത്തിൻ്റെ ഇടയിൽ അവർക്ക് നല്ല രീതിയിലുള്ള വോട്ട്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനിലോട്ട് വരും തോറും അവർക്ക് കിട്ടിയ വോട്ട്സിൻ്റെ പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചിത്രം കാണുമ്പോഴാണോ ശരിക്കും എനിക്ക് പേടിയാവണേ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനി വീണ്ടും സ്പ്ലിറ്റ് ആവാൻ പോവുകയാണോ എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെഫ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് സൈഡിൽ വരുന്ന പാർട്ടി മിക്കവാറും AFD അല്ലാന്നുണ്ടെങ്കിൽ ഫാർ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പാർട്ടീനെയാണ് സപ്പോർട്ട് ചെയ്യണം. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്സിൻ്റെ മെജോറിറ്റി ആണ് കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ CDUവിനും CSUവിനും SPDക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇലക്ഷൻ വിശേഷങ്ങൾ. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇലക്ഷനെ കുറിച്ച് അറിയണം, അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ പാർട്ടീസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾ ഇനി ഏതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ ചിന്താഗതിയും മാച്ച് ചെയ്തിട്ട് അത് ഏറ്റവും കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കിടിലനായിട്ടുള്ള വെബ്സൈറ്റ് പറഞ്ഞുതരാം കേട്ടോ. ആ ഒരു വെബ്സൈറ്റിലോട്ട് പോയിട്ട് അവരുടെ ഒരു ക്വസ്റ്റ്യനേഴ്സ് ആൻസർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആയിട്ട് മാച്ച് ചെയ്യുന്ന പാർട്ടി ഏതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെബ്സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഏതൊരു പാർട്ടിയൊക്കെയാണ് കോalitionൽ വരിക എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയാവുന്നതാണ് കേട്ടോ. ഇനി ഫർദർ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.